എന്തായാലും നമുക്ക് അതിതീവ്ര മഴയ്ക്കും പിന്നെ അതുകൂടാണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പെരുമഴയാണെന്ന് പറഞ്ഞത്. നല്ല സീനറീസ് ഒക്കെ ഉണ്ട്, പക്ഷെ വണ്ടി നിർത്താൻ പറ്റില്ല, നല്ല മഴ പുറത്ത്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എഴുന്നേറ്റു. സമയം വാച്ചിട്ടില്ല. സമയം എത്രയായിട്ട് ഇപ്പോൾ? 6:30 സമയമുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. 6:30 സമയത്ത് ഗേറ്റ് തുറക്കണം. കോട അങ്ങനെ തണുപ്പുണ്ട്. ഇപ്പം ഷിവറിങ്ങുണ്ട്. ശ്യാമേട്ടനെ കിടന്നുറങ്ങിയാണ്. ശ്യാമേട്ടൻ ലോകേശ്വര ഇവിടെ. ഇനി ചായ കുടിക്കണം, പല്ല് കേൾക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കോടയായി. ഇവിടെയൊക്കെ മേളിലൊക്കെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് കൂടായി. ഇന്നത്തെ ഇതിൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അത് നോക്കി, അവിടെയൊക്കെ കംപ്ലീറ്റ് കൂടായി. 6:30 സമയമാണ് കാണുന്നത്. വെളുപ്പിന് 6:30. ക്യാമറ വരെ ഷെയ്ക്ക് ചെയ്യണം. അപ്പം മെയിനായിട്ട് നമുക്ക് ഉണ്ടായത് ആ ഒരു നീറ്റ്നെസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഹൈജീനിക്കായിട്ട് തോന്നിയില്ല. എനിവേ നമ്മൾ അവരത് പറയുകയാണെങ്കിൽ അവരത് ചെയ്തു വയ്ക്കും, നല്ല രീതിയിൽ ചെയ്തു വയ്ക്കും. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ചെയ്തേനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട് പ്രൈവസിയാണ്. നല്ല പ്രൈവസി ഉണ്ട് നമുക്ക്. നമ്മളൊരു ടീമായിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല പ്രൈവസി ഉണ്ട് നമുക്ക്. ബാച്ചിലേഴ്സൊക്കെ വരികയാണെങ്കിൽ അവർക്ക് നല്ല പ്രൈവസി ഉണ്ട്. ഫാമിലി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ വരാം, കുഴപ്പമില്ല. അവരുടെ അടുത്ത് പറഞ്ഞാൽ നീറ്റാക്കി വെക്കാൻ പറയുകയാണെങ്കിൽ ഒരു നീറ്റാക്കി വെക്കും. ആ ഒരു ചെറിയൊരു ഇത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ അടിപൊളി വീടാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ ഈ മലയുടെ മുകളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാർ അപ്പുറമൊന്നുമില്ല. സോ അത് പറ്റിയൊരു പ്രൈവസിയാണ്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു റിസോർട്ടുണ്ട്. ആ റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും താഴെയാണ്. അതിൻ്റെ മല ടോപ്പിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നല്ല വ്യൂ ഉണ്ട്. ഇപ്പോൾ കോടയും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് മല കാണാൻ പറ്റുന്നതേ. പക്ഷെ ഇന്നലെ വന്നപ്പോൾ നമ്മൾ മല കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം. നിങ്ങൾക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം. ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നതായിരിക്കും. പുള്ളി എനിക്ക് നല്ല രീതിയിൽ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം എന്തായാലും മൊത്തത്തിൽ. ഇപ്പോൾ സമയം 6:30. ഇനി നേരെ താഴെ പോയിട്ട് ചായ കുടിക്കും. താഴെ ഒരു ഹോട്ടലുണ്ട്, ചെറിയൊരു കടയുണ്ട്, ചായ കുടിക്കാൻ പറ്റിയ കടയുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നടന്ന് ഈ ഒരു മഞ്ഞത്ത് നടന്ന് അവിടെ നിന്ന് ചായ കുടിക്കാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ്. അത്രയാണ് പറയാനുള്ളത് മെയിനായിട്ട് ഇവിടുത്തെ. ഇനി ഇന്നത്തെ പോക്ക് എങ്ങനെ അറിയില്ല, കാരണം നല്ല മഴയുണ്ട്. ആ കേൾക്കണത് വെള്ളച്ചാട്ടത്തിനാണ്, മഴയുടെ അല്ല. അപ്പുറത്ത് ഇന്നലെ പാതിരാത്രി എന്ന് പറഞ്ഞാൽ നല്ല മഴ കിട്ടി. നല്ല മഴ, ജനലൊക്കെ ഇങ്ങനെ കിടന്ന് ഷിവർ ചെയ്യണ ഒരു മഴയെന്ന് പറയണേ. ആ രീതിയിലുള്ള മഴയായിരുന്നു ഇന്നലെ പാതിരാത്രിക്ക്. പിന്നെ കൂടാതെ നല്ല ഉറക്കം കിട്ടി. പിന്നെ അട്ടയുടെ കാര്യങ്ങൾ ഇത്തിരി റിസ്ക്കാണ് ഇവിടെ. അട്ടയൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങൾ അതിൽ പോയപ്പോൾ കാലി പിടിച്ചില്ലെന്നുള്ളൂ, അട്ടേനെ കണ്ടു. അപ്പോൾ അട്ടയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സൂക്ഷിക്കുക ആ കാര്യങ്ങളിൽ. പിന്നെ പ്രത്യേകിച്ച് എന്താണ്, ചില്ലാണ് എന്തായാലും. ഇപ്പോൾ നമ്മളിനി പോയി ചായ കുടിക്കണം. ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പൈൻ ഫോറസ്റ്റ് എന്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. മഴ ഇങ്ങനെ ഇടിച്ചു കുത്തി പെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നും കൂടി പറയാൻ പറ്റില്ല. സോ നമുക്ക് പോയി നോക്കാം. അവിടെ പോയി നോക്കിയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാം. പിന്നെ അവിടെ നേരെ നമ്മുടെ പാഞ്ചാലിമേടും കൂടി പോവാം. എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പ്ലാനിലുള്ളത്, നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ പോകുന്നതായിരിക്കും. ഓക്കെ, ആ സൈഡിലോട്ട് പോകണമെന്ന് കഴിഞ്ഞാൽ അവിടെ റിസോർട്ടുണ്ട്. പക്ഷേ റിസോർട്ട് നമ്മളെക്കാളും താഴെയാണ്. ഈ ടോപ്പിൽ നമ്മൾ മാത്രമേ ഉള്ളൂ നിലവിൽ. റിസോർട്ടൊക്കെ ഇത് സമയം 6:50 ആയിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ ഇത്രയും കോട അവിടെ. അടിപൊളി. കോട കൂടിയതാ, നേരത്തെ താഴത്ത് വെള്ളം കാണാൻ പറ്റുമായിരുന്നു. അവിടെ ലേക്ക് ഉണ്ട്, ലേക്കൊന്നും കാണാനേ പറ്റുന്നില്ല. ജസ്റ്റ് അവരുടെ സൂചിപ്പിച്ചില്ലേ നമ്മൾ പോകണം. അല്ലെങ്കിൽ അവർ ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അവർക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിലോ. എൻ്റെ കോടോക്ക് അപ്പുറത്ത് കൊക്ക.
എന്തായാലും നമുക്ക് അതിതീവ്ര മഴയ്ക്കും പിന്നെ അതുകൂടാണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പെരുമഴയാണെന്ന് പറഞ്ഞേക്കണേ നിലവിലെ സാഹചര്യത്തിൽ. പിന്നെ എങ്ങനെയാണ് പോക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് 3 റൂട്ടുണ്ട്. ആ 3 റൂട്ട് ബ്ലോക്ക് കിട്ടിയായിരിക്കും ചിലപ്പോൾ പോവുക. എങ്ങനെയാണെന്ന് അറിയില്ല, എന്താ സിറ്റുവേഷൻ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഒരു ഉച്ചയാകുമ്പോഴേക്കും വീട് പിടിക്കാനുള്ള പ്ലാനാണ്. എന്തായാലും ഇവിടുന്ന് പശുവിനൊക്കെ കണ്ടിട്ടില്ല. എന്നാ കോടെ ഇത് ഈ വെള്ളത്തിലിറങ്ങണം നോട്ടെ. ഇല്ലേ ഇതാണ് തണുപ്പില്ലെന്ന് പറഞ്ഞേ. ജസ്റ്റ് ഇവിടെ നടന്ന് കാണാനുള്ളതൊക്കെ ഉണ്ട്. ഒരു അങ്കപ്പാറ് പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഏരിയ. പക്ഷേ കോട ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നേരെ പോയി കഴിഞ്ഞാൽ എന്താ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ല, നാടുകാണി വ്യൂ പോയിന്റ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഗൂഗിളിൽ കിടക്കുകയാണ്. നാടുകാണി വ്യൂ പോയിന്റ് ശരിക്കും ഇവിടെ അല്ല, അത് വേറെ കാര്യം. ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ ഈ അറ്റത്തൊരു നാടുകാണി വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു നാടുകാണി വ്യൂ പോയിന്റ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആണോ അത് റിസോർട്ടിന്റെ സ്വന്തം പ്രോപ്പർട്ടി ആണോ എന്ന് അറിയില്ല. അതെ, അത് പോയി കാണാനും പറ്റില്ല. കാരണം ഈ സമയത്ത് ഇങ്ങനെ പോയിട്ടൊരു കാര്യമില്ല. വ്യൂ പോയിന്റ് ആണോ അത് കറക്റ്റ്. അപ്പം നമുക്കിനി ചായ കുടിക്കാൻ പോകും. ഇതിൻ്റെ അടുത്തൊക്കെ കോട നോക്കി നിന്നെ കാണുന്ന പോലും ഇല്ല. ഇനി പോയി ചായ കുടിക്കാം. ഓക്കെ, അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളിവിടുന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇന്നലത്തെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ചപ്പാത്തി, ചിക്കൻ കറി, ഫ്രൈ ചെയ്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ നേരെ പൈമരത്തോട്ടത്തിലോട്ട് പോകാനാണ് ഉദ്ദേശം. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ക്ലൈമറ്റ് മൊത്തം മഞ്ഞ് മൂടി നിൽക്കുന്ന ക്ലൈമറ്റാണ്. ചില്ലായിട്ട് നിൽക്കുന്ന ക്ലൈമറ്റാണ്. ഇതുവരെ മഞ്ഞിനൊരു കുറഞ്ഞിട്ടില്ല. അപ്പോൾ എറണാകുളത്തൊക്കെ നല്ല മഴയാണെന്നാണ് പറഞ്ഞത്. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം മഴയാണ്. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സമയത്തൊരു കാഴ്ച, ഇപ്പോൾ സമയം 9:24. അപ്പം ഞാനിപ്പോൾ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. കണ്ട ഇതുണ്ട്. ഇപ്പോൾ മഞ്ഞെന്ന് പറഞ്ഞാൽ അന്യായ മഞ്ഞിനാണ് ഇപ്പോഴും, ഒരു രക്ഷയില്ല. എടുത്തെടുത്തോ, സെൽഫി എടുത്തോ. നമ്മളെന്തായാലും കുളിച്ച് റെഡിയായി വെക്കേറ്റ് ചെയ്യാണ് ഇവിടുന്ന്. ഇന്നത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചായ കൂടിയും കഴിഞ്ഞു. ഇപ്പോഴും കോടയ്ക്ക് ഒരു രക്ഷയില്ല. ബാച്ചിലേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഏരിയയാണ്. നിങ്ങൾക്ക് ഒച്ചപ്പാടെടുക്കാം, ലൗഡായിട്ടിരിക്കാം, പാട്ട് കേട്ട് ആർമാദിക്കാം. അപ്പോൾ ഇനി ഇവിടെ സെൽഫി അടിക്കാൻ. യെസ്, അപ്പോൾ നമ്മുടെ അതിഥിയുണ്ട്. ലോകേശ്വർ, വാട്ട് ഡു യു ഫീൽ ബ്രോ? Best experience. Everyone should come and try sometime. Vagamon. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോണേണ്. അല്ല ലോകേഷ്, വി ആർ ഗോയിങ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, പോവാം നോക്കാം. ഓക്കെ, സെറ്റ്. എല്ലാവരും ചില്ലൗട്ടായിട്ട് പോലാമേ. ഇപ്പം നമ്മൾ കുട്ടിക്കാനം എത്തിയില്ലേ? കുട്ടിക്കാനം. നമ്മൾ ഏലപ്പാറ എത്തി. ഏലപ്പാറ നമ്മൾ പൈൻമരത്തോട്ടത്തിൽ കയറിയില്ല. കാരണം അവിടെ നിറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ വെറുതെ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴയും മഞ്ഞൊക്കെയാണ്. അപ്പോൾ വെറുതെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മളത് കയറിയില്ല, നേരെ ഇങ്ങ് പോന്നു. അപ്പോൾ വന്ന വഴിക്ക് തന്നെ തങ്ങൾപ്പാറ, പൈൻമരത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏലപ്പാറ, കുട്ടിക്കാനം വഴി നേരെ മുണ്ടക്കയം പോകാനാണ്. അപ്പോൾ ഇതുവഴി പോകുമ്പോഴാണ് പാഞ്ചാലിമേട് ഉള്ളത്. പാഞ്ചാലിമേട് ഇറങ്ങാൻ പറ്റുന്നു നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ വഴി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് തേയിലത്തോട്ടമാണ് പറയാം. നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാഴ്ചകൾ കാണുന്നുണ്ട്, നല്ല സീനറീസൊക്കെ ഉണ്ട്. പക്ഷെ വണ്ടി നിർത്താൻ പറ്റില്ല, നല്ല മഴ പുറത്ത്. അവസ്ഥ നല്ല സീനറികളൊക്കെ ഉണ്ട്, പക്ഷെ മഴ എല്ലാം കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അതില്ല. വണ്ടിയിലിരുന്ന് സീനറീസ് കാണേണ്ട അവസ്ഥയാണ്. വെൽക്കം ടു വളഞ്ഞംകാനം വാട്ടർഫാൾസ്. മഴയൊക്കെ പെയ്തുകൊണ്ട് അടിപൊളിയായി. മേളിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ തലോടി പോകുന്നുണ്ട്. മഞ്ഞും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട്. ആഹാ,
സക്കെ. നമ്മളിപ്പോൾ എത്തിക്കണത് പാഞ്ചാലിമേടാണ്. പാഞ്ചാലിമേടിൽ നമ്മൾ എത്തിക്കണം. നമ്മൾ ആ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നേരെ പാഞ്ചാലിമേടോട്. ഇവിടെയും ഈ കോട തന്നെ കേട്ടോ, കംപ്ലീറ്റ് കോട തന്നെ. വേറെ പ്രത്യേകിച്ച് കാഴ്ചകളായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഇവിടെയും കോട തന്നെ, കംപ്ലീറ്റ് കോട. എന്തായാലും നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. ബ്രോ ആഹാ, അടിപൊളി. ടിക്കറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്ടല്ലേ. പക്ഷേ അയ്യോ നല്ല വ്യൂ ഉണ്ട്. പക്ഷേ എല്ലാം പോകുമുണ്ട്, എല്ലാം മഞ്ഞുണ്ട്, നല്ല കാഴ്ചകളുണ്ട്. പക്ഷേ ഒക്കെ കൊണ്ടുപോയി. ടിക്കറ്റ് കൗണ്ടറൊക്കെ അടിപൊളിയാണല്ലേ, നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്യാമേട്ടനൊക്കെ ത്രില്ലടിച്ചിരിക്കുകയാണ്. ത്രില്ലടിച്ചല്ല, ആകെ അവശനായിട്ടിരിക്കുകയാണ്. പക്ഷേ എന്താ നോക്കിയേ, നമുക്ക് അതൊരു മണ്ഡപത്തിൽ കൂടെ കയറി പോയാലോ. മണ്ഡപത്തിൽ ഇതാണ് മണ്ഡപം. എന്ത് മണ്ഡപമാണോ, ഒന്നും കാണാറില്ല, മൊത്തം മഞ്ഞായിട്ട് കവർ ചെയ്ത് നിൽക്കുകയാണ്. ആനയുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി. കൽപ്പടവുകൾ. അത് ശരി, ക്ഷേത്രത്തിൽ കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു കഫേരിയ. എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചല്ലേ. ചായ വാഗമൺ വന്നൊരു മിക്കൊരു മിസ് ചെയ്യുന്നതാണ് ഈ ഒരു പാഞ്ചാലിമേട്. ആ ഒന്നും വേണ്ട, എനിക്കത് കഴിക്കണ്ട. അടിപൊളി. I think that's for couples. Let's walk. അവർ ഓടിക്കയറിയ നമ്മുടെ മുന്നേ ഉണ്ടായ ശ്യാമേട്ടൻ നമ്മളൊക്കെ ഓടിക്കയറി നേരത്തെ പോയി. നമ്മൾ
കയറിക്കൊണ്ടിരിക്കുക. അമ്മാരും കൂടെ പോയേ. ആ ഇവിടെ കണ്ടല്ല. ഇവിടെ എവിടെ? അവിടെയാണോ? എന്നിട്ട് ഒച്ച ഇവിടെ നിന്നാണ്. അവിടെ ഒരു കുരിശും കാര്യമുണ്ട്. പക്ഷേ എന്തേ പറഞ്ഞോ, അതിലൂടെ കുറച്ച് കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അപ്പുറത്തോടെ ഉണ്ടോന്ന് അറിയില്ല. അവിടെ നിന്ന് വഴി കൊടുത്തിട്ടുണ്ട് എന്തായാലും പോകാനായിട്ട്. അതിൽ പോയി കഴിഞ്ഞാൽ വഴിയുണ്ട്. പക്ഷേ കുറേ വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നഷ്ടമായി. ഈ കോട ഇങ്ങനെ ഇറങ്ങിയ കാരണം ഈ ക്ലൈമറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഓഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, കാരണം നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓഡിയോ ഞാനിപ്പോൾ ഭയങ്കര അടുത്തുനിന്ന് സംസാരിക്കണം. ഇപ്പോൾ ഓഡിയോയ്ക്ക് ചിലപ്പോൾ ഒരു ക്വാളിറ്റി ഇഷ്യൂ വരായിരിക്കും. നമുക്ക് ഇനി ലൊക്കേഷൻ എടുത്ത് ചോദിക്കാം. നമ്മുടെ അതിഥിയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഹൗ യു ഫീൽ ബ്രോ? പാഞ്ചാലിമേട്, ഹൗ യു ഫീൽ? Yeah, this place. Top notch. അടിപൊളി. ഇവിടെ ഒരു മണ്ഡപം ഒരു വയ്ക്കി വെച്ചിട്ടുണ്ട്. നമ്മളവിടെ കണ്ട ആ സെയിം മണ്ഡപം പോലെ തന്നെ ഇവിടെ ഒരു മണ്ഡപം വെച്ചിട്ടുണ്ട്. ടിക്ടോക്കേഴ്സിനൊക്കെ അടിപൊളിയാണ്. അല്ല, റീൽസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ട് വന്ന് കുറേ റീൽസൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും. അത്രത്തോളം സെറ്റപ്പാണ് അവിടെ. നമ്മൾ ആ മേളിൽ നിന്നാൽ മതി. നമുക്ക് ആ വഴി വേണമെങ്കിൽ ഇറങ്ങി വരാമായിരുന്നു. ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒന്ന് കയറാം. നമുക്ക് നേരെ തന്നെ പോകണം. ശരിക്കും പറഞ്ഞാൽ അത് ഇരിക്കാന്ന് പറഞ്ഞാൽ വ്യൂ കിട്ടും. നല്ല വ്യൂ ഉണ്ട് ഇവിടെ. പക്ഷേ എല്ലാം കോട കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കംപ്ലീറ്റ് കോട കൊണ്ടുപോയി. ശരിക്കും ഇവിടെ പള്ളിയുടെ ഇതുകൊണ്ട് കൂടാതെ തന്നെ അമ്പലമുണ്ട് കേട്ടോ. കൂടെ അപ്പുറത്ത് തന്നെ ഭുവനേശ്വരി എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ രണ്ടും ഇത് ചെയ്തിട്ടാണ് ചെയ്യണമെന്ന് തോന്നുന്നു സംഭവം. പള്ളിയുടെ ഏരിയ ഉണ്ട് കണ്ടോ. ഇപ്പുറത്ത് കുരിശാണെങ്കിൽ അപ്പുറത്തെ സൈഡ് അമ്പലങ്ങളാണ്. തൊട്ടിപ്പുറത്ത് സൈഡ് നമുക്ക് ടിക്കറ്റ് റേറ്റ് വന്ന് 20 രൂപ കേട്ടോ. ഒരാൾക്ക് 20 രൂപ വെച്ച്. ഇങ്ങോട്ട് നമ്മളൊരു അന്തവും കുന്തവും ഇല്ലാണ്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഈ ടൈലിട്ട വഴി അങ്ങ് പോകണേണ്. എവിടം വരെ പോയെന്നൊന്നും വലിയ സംഭവമൊന്നുമില്ല. ഇവിടെ ഒരു മണ്ഡപമൊക്കെ ഉണ്ടായി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുണ്ട് ഒരു മണ്ഡപം. ശരിക്കും വ്യൂ പോയിൻ്റൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ വ്യൂ ഒന്നും നമുക്കിപ്പോൾ കിട്ടത്തില്ല. ഫുൾ കോടം കയറി ഫുൾ അടഞ്ഞടക്കേ. എന്തുപറ്റി? അവിടെ ക്ലോസ് ആണോ? ഉണ്ടാവുമെന്ന് അറിയില്ല. പോയി കയറി നോക്കണം. അതെ, ഈ മഞ്ഞത്തൊന്നും കാണാൻ പറ്റില്ല. വെറുതെ കയറാന്ന് മാത്രമേ ഉള്ളൂ. എടാ ഓ അതിൽ കയറി വരാം. എന്തായാലും നമുക്ക് ഈ വഴിയൊക്കെ കയറി വെക്കാം. ഇവിടെ ഒരു കുരിശും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പുറം വഴി ടൈലിട്ടത് അവിടെ പകുതി രൂപ ടൈലിട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോയിട്ടൊരു കാര്യമില്ല. ബാക്കി ഇനി ഈ വഴി തന്നെ കയറാമെന്ന് വെച്ചു. ഇടിങ്ങളിലുള്ള സൂക്ഷിക്കാന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല. ഇനി ഫോഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. മഞ്ഞ് ഫുൾ മഞ്ഞ് കൊണ്ടുപോയി. ലോകേഷൊക്കെ എങ്ങനെ കയറി വരുമോ എന്തോ. ലോകേഷ് അവർ മേളിലോട്ട് പോയിട്ടുണ്ട്. കാണുന്നില്ല. ഫുൾ മഞ്ഞത്ത് പോയി. ഫുൾ മഞ്ഞുണ്ടായി. എന്തായാലും പൊളി ക്ലൈമറ്റാണ്. ഒന്നും പറയാനില്ല. എൻ്റെ അമ്മ പോകാം.
അപ്പം നമ്മുടെ യാത്രയുടെ പര്യവസാനമായി. സമയം ഏകദേശം 3:47 നമ്മൾ കൂത്താട്ടുള്ള എത്തി. ഇവിടുന്ന് കുറച്ചുകൂടി ഉള്ളൂ കൂത്താട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നേരെ നമ്മൾ നിശാന്തൻ്റെ വീട്ടിലാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വീട് പിടിക്കാം. അടുത്ത മഴയ്ക്ക് മുമ്പ് എന്തായാലും വീട് എത്തണമെന്നാണ്. പാലൂരൊക്കെ നല്ല മഴയാണെന്ന് അറിഞ്ഞാൽ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാണ്ട് നമ്മൾ ഫുഡ് കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മളിവിടെ ഷാപ്പിൽ കയറിയിരിക്കണം. ആ ഷാപ്പിൽ നിന്ന് ഫുഡ് ചപ്പാത്തി ഉണ്ട്, പിന്നെ എന്തൊക്കെയുള്ള ചിക്കൻ റോസ്റ്റ് ഉണ്ട്. ഇതെന്നത്? ഇത് താറാവാ? ഇതന്നെ സാധനം? ഇത് ബീഫാണോ? ഇത് ബീഫ്, ഇത് ചിക്കൻ, പിന്നെ ഇത് താറാവ്, പിന്നെ ചപ്പാത്തി, അല്ലെങ്കിൽ ഗ്രേവി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നേരെ ലഗേജും കാര്യങ്ങളും. ലോകേഷ്, ഹൗസ് ദ ട്രിപ്പ്? ഐ വാണ്ട് യുവർ ഒപ്പീനിയൻ. യു ആർ അവർ ഗസ്റ്റ്. I would come again, once again. I will definitely come again. I would suggest you all to visit more than once. ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായി ട്രിപ്പും കാര്യങ്ങളും? എങ്ങനെ ഉണ്ടായി നന്ദു പറ? അടിപൊളി. ബാക്കിയുള്ളവരൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും ഇതിനു വേണ്ടി വന്നിട്ടുള്ള, ഇതിനു മുമ്പ് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. എന്തായാലും ട്രിപ്പും കാര്യങ്ങളും നല്ല ചില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോൾ ലോകേഷ് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇനിയും വന്നെന്നാണ് പറയണത്. ഇനിയും വന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ലോകേഷ് പറയണത്. നമുക്ക് വരാം. ഇനിയും നല്ല ക്ലൈമറ്റൊക്കെ ഒന്നുകൂടി ഇതാവണം, പ്രോപ്പർ ക്ലൈമറ്റിൽ ഇനി സെറ്റായിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഇനിയും പുതിയ യാത്രകൾക്കായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ശുഭദിനം.